എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സോറോ അവനാണെങ്കിൽ ടഷിക്കയും തോളിലേറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചെക്കൻ പണ്ടേ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ട് തന്നെ അവൻ യഥാർത്ഥ വഴിയൊന്നും മനസ്സിലാവാതെ വന്ന സ്ഥലത്തൂടെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതിന് ടഷിക്കയാണെങ്കിൽ ടെൻഷനായിട്ട്, നീ ഇത്രയും വലിയൊരു പൊട്ടനാണോ? വന്ന വഴിയിലൂടെയാണ് നീ വീണ്ടും വീണ്ടും ഓടണേ. ഇവിടെ മുഴുവൻ ആ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടുപോകുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയും. അത് കേട്ട് സോറോയും ഇപ്പൊ പുതിയ വഴികളൊക്കെ തേടി ഓടും. അതേസമയം ഇവിടെ നമ്മുടെ ചോപ്പറും ആ സോൾജിയേഴ്സും അവരെല്ലാവരും ചേർന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ച് അവർക്ക് മരുന്ന് കൊടുക്കുകയാണ്. ഇതിലാണെങ്കിൽ പല കുട്ടികളുടെ സൈസ് വളരെ വലുതായതുകൊണ്ടും അവർക്ക് കൊടുക്കേണ്ട ഡോസ് അതിന്റെ അളവ് ഡിഫറെന്റ് ആയതുകൊണ്ടും തന്നെ ഒരുപാട് നേരം അവരെ പിടിച്ചു വെച്ച് അവർക്ക് മെഡിസിൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോപ്പർ അവൻ ആ കുഞ്ഞു പെണ്ണിനെ അവളൊരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. നീ ഒരു കാരണവശാലും പേടിക്കരുത്, വിട്ടു കൊടുക്കരുത്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും, പ്രതീക്ഷ കൈവിടാൻ പാടില്ല, എന്നെ കൊണ്ട് കഴിയുന്നതിനപ്പുറം ഞാൻ നിനക്ക് വേണ്ടി ശ്രമിക്കുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ബ്രൂക്കും സാമുറായും അവർ ഒരുപാട് നേരമായി മൊമന്റോസ്കിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോ ഈ ബിൽഡിംഗിൽ ഓൾമോസ്റ്റ് പോയിസൺ ഗ്യാസ് അങ്ങനെ ഫില്ലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ബിൽഡിംഗിലേക്ക് വരണം. ഇതിൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമ്മുടെ ബ്രൗൺ ബിയേർഡ് അവനാണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് സീസറിനെ അന്വേഷിച്ച് വരികയാണ്. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ ഒരു ഡോറിനടുത്ത് വന്ന് അകത്ത് എന്താ സംഭവിക്കണേന്ന് അതൊക്കെ കോർപ്പിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആക്ച്വലി അതാണ് ആ വില്ലന്മാരെല്ലാവരും ഉള്ള സീക്രട്ട് റൂം. ആ വില്ലൻ സീസറും ബാക്കിയുള്ള വില്ലന്മാരും എല്ലാവരും ഇപ്പൊ നോക്കുന്നത് കാരി പിടിച്ച് തെക്കുവടക്ക് നടക്കുന്ന ബ്രൗൺ ബിയേർഡിനെ ആയിരിക്കും. സീസറിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇവൻ വീണ്ടും എങ്ങനെ രക്ഷപ്പെട്ടു വന്നു, ഇവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അതേസമയം ബ്രൗൺ ബിയേർഡ് അവൻ ദൂരത്തായിട്ടിരിക്കുന്ന ആ ട്രാൻസ്പോർട്ടർ സ്നെയിൽ കാണും. അവൻ നിലവിളിച്ചു പറയും, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ആ സീസറിനെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. അവൻ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ നമ്മളെ കൊല്ലാൻ മടിക്കില്ല. സീസർ പറയും, അവൻ ആ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടി അവന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് ആ സോൾജിയേഴ്സ് എല്ലാവരുമായിട്ട് ഇപ്പോ ബ്രൗൺ ബിയേർഡിന്റെ അടുത്തേക്ക് വരും. വാവ്, എന്റെ സ്വത്തുകുട്ടി ബ്രൗൺ ബിയേർഡെ, നീ രക്ഷപ്പെട്ടു വന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു നീ തീർച്ചയായിട്ടും എന്റെ അടുത്തേക്ക് വരുമെന്ന്. സേഫ് ആക്കി കൊണ്ടുപോകാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവനൊരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആക്ടിംഗ് ഒക്കെ കണ്ട് ബ്രൗൺ ബിയേർഡ് ആളാകെ ഷൗക്കാവും. ബ്രൗൺ ബിയേർഡിനാണെങ്കിൽ കൺട്രോൾ പോവും. നിർത്തിടാ നീ, എന്റെ ആളുകള് അവരെവിടെ, എനിക്ക് അവരെ വേണം. ഇത് കേട്ട് സീസറാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് ബ്രൗൺ ബിയേർഡിന്റെ ആളുകള് അവരാണെങ്കിൽ ടെൻഷനായിട്ട് സീസറിനോട് പറയും, ആ നേവി ആൾക്കാര് അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞു, മെയിൻ എൻട്രൻസ് ക്ലോസ് ആണ്, ഞങ്ങൾക്കിപ്പോ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ വഴിയില്ല. അതിന് സീസർ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സേവ് ചെയ്യും. മോണിറ്റ് ഷോക്കായിട്ട് ഇപ്പൊ സീസറിനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ അവർ രക്ഷിക്കാൻ പോണേ? അവർക്ക് മുൻപിൽ ആ എൻട്രൻസിന്റെ ഫ്രണ്ടിലായിട്ട് ആ സോൾജിയേഴ്സ് ഉണ്ട്, അവരെ കടത്തിവെട്ടി തീർച്ചയായിട്ടും അവർ രക്ഷിക്കാനാവില്ലല്ലോ. അതിന് സീസർ അവൻ സിമ്പിൾ ആയിട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അവരെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല, അവർക്കുള്ള സമ്മാനം അത് വരാൻ പോവാണ്. എല്ലാവരും എന്റെ പോയിസൺ ഗ്യാസിൽ വീണ് മരണപ്പെടും. കട്ട് ചെയ്ത സീസർ അവൻ സിമ്പിളായിട്ട് പറയും, അയ്യോ നിന്റെ ടീംമേറ്റ്സ് ഒക്കെ പുറത്തായിരുന്നോ? അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അവര് പുറത്ത് ആ ഒരു പോയിസൺ ഗ്യാസിൽ പെട്ട് മരണപ്പെട്ട് കാണും. ഉഷടോ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ അവനാണെങ്കിൽ സിമ്പിളായി ഇപ്പൊ ബ്രൗൺ ബിയേർഡിനോട് ചോദിക്കും. കാര്യം മനസ്സിലാക്കിയ ബ്രൗൺ ബിയേർഡ് അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ സീസറിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കുകയാണ്. അത് കണ്ട മഞ്ഞ വില്ലന്മാര് ബിയേർഡിനെ തടഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തായി ചെയ്യണേ? മാസ്റ്ററിനെ നീ കൊല്ലാൻ നോക്കുകയാണോ? ബ്രൗൺ ബിയേർഡ് ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ സീസർ അവനൊരു ഇഞ്ചക്ഷൻ ഇപ്പൊ നമ്മുടെ ബ്രൗൺ ബിയേർഡിന്റെ നിതംബത്തിൽ തന്നെ പതിപ്പിക്കും. ഒന്നും പറയാൻ കഴിയാതെ പാവം നമ്മുടെ ബ്രൗൺ ബിയേർഡ് താഴേക്ക് വീഴും. മഞ്ഞവില്ലന്മാരാണെങ്കിൽ ഒരു കോമഡി സിനിമ കാണും പോലെ ആ കാഴ്ചകൾ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം സീസർ അവൻ ബ്രൗൺ ബിയേർഡിന്റെ ചെവിയിൽ പറയും, നിന്റെ ഫ്രണ്ട്സിന് എന്ത് സംഭവിച്ചു എന്നല്ലേ? അവരെ എല്ലാവരെയും ഞാൻ കൊന്നു, അവരെങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയാം. ബ്രൗൺ ബിയേർഡിനാണെങ്കിൽ അത് താങ്ങാനാവില്ല. അവനാണെങ്കിൽ പൊട്ടിക്കരയും. അതുമാത്രമല്ല, 4 വർഷങ്ങൾ കൊണ്ടായ ആ വലിയ എക്സ്പ്ലോഷർ അത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. അവള് പോയ നമ്മുടെ ബ്രൗൺ ബിയേർഡ് അവൻ ആ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ സീസറിനെ അച്ചറം പൊച്ചറം വെട്ടാനായിട്ട് തുടങ്ങും. സീസർ ആണെങ്കിൽ അവന്റെ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ഇവിടെ ബ്രൗൺ ബിയേർഡ് വിളിച്ചു പറയും, പ്ലീസ് നിങ്ങൾ ഇനിയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഈ സീസർ ഇവൻ നിങ്ങൾ കരുതും പോലെയല്ല, അവൻ ദുഷ്ടനാണെന്നൊക്കെ വിളിച്ചു പറയും. പക്ഷെ അവർക്കാണെങ്കിൽ കലി കയറി അവർ ബ്രൗൺ ബിയേർഡിനെ ഷൂട്ട് ചെയ്യാനായിട്ട് അവന് നേരെ ഗൺ പോയിന്റ് ചെയ്യാണ്. അവർ ഞൊട്ടിയിടയിൽ ഇപ്പൊ അവനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുകയാണ്. സീസർ ആണെങ്കിൽ അവന്റെ ആ ബോട്ടിൽ ടെക്നിക്ക് ഉപയോഗിച്ച്
ഇപ്പോ ബ്രൗൺ ബിയർഡിനെ മുഴുവനായിട്ടും തകർക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും വലിയൊരു സ്റ്റീൽ കൈ അതങ്ങനെ പവറായിട്ട് വന്ന് വീഴാണ് അവന്റെ ദേഹത്തൊരു ഇടി. കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ലൂഫി ആണെങ്കിൽ ആ മൊമന്റോസ്കെ തൂക്കിയെടുത്ത് ഒരു പാസേജിലൂടെ കടന്നു വരും. മൊമന്റോസ്കെ ആണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് ലൂഫിയോട് ചോദിക്കും, നമ്മളിപ്പോ പുറത്തെത്തിയോ? അതിന് ലൂഫി, അതെ, നമ്മൾ സേഫ് ആയിട്ട് പുറത്തെത്തിന്ന് പറഞ്ഞ് നടന്നു വരുമ്പോഴായിരിക്കും കുറെ വെടിശബ്ദം കേൾക്കുക. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരും. അവന്റെ സോൾജേഴ്സും ചേർന്ന് ബ്രൗൺ ബിയർഡിനെ ഷൂട്ട് ചെയ്തിടുന്ന ആ രംഗമായിരിക്കും ലൂഫി കാണുക. ലൂഫി മൊമന്റോസ്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് ലൂഫിക്ക് സീസറിനോടുള്ള സകല ദേഷ്യവും പകയും ഒക്കെ ഉപയോഗിച്ച് അവന്റെ കൈ അതാ ഹോക്കി പവർ ഉപയോഗിച്ച് ജയന്റ് ആക്കി മാറ്റി ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയാണ് ഇപ്പൊ നമ്മുടെ സീസറിന്റെ മുതുകിൽ വീണത്. ചോര തുളുമ്പി സീസർ ആണെങ്കിൽ അട്ടിച്ചു വീഴുകയാണ്. സീസർ ചുറ്റും നോക്കും, എന്നെ തല്ലിയേ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ലൂഫിയെ കാണുക. ലൂഫിയെ കണ്ട് സീസറും അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. ലൂഫി ആണെങ്കിൽ ബ്രൗൺ ബിയർഡിന്റെ അടുത്തേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കും. കാരണം ബ്രൗൺ ബിയർഡിന് ഇപ്പൊ എത്രമാത്രം ഹേർട്ട് ആയിട്ടുണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. സീസർ ആണെങ്കിൽ അസിസ്റ്റൻസിനോട് നിലവിളിച്ചു പറയും, നിങ്ങൾ എത്രയും വേഗം എല്ലാ പ്ലാനും നമ്മൾ പറഞ്ഞതനുസരിച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. സ്നെയിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാ ഭാഗത്തേക്കും നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് മൊമന്റോസ്കി അവനിപ്പോ സീസറിനെ കണ്ട് വിളിച്ചു പറയും, ലൂഫി, ഇവനാണ് ആ സീസർ. ഇവനാണ് ഞങ്ങളെ എല്ലാവരെയും ക്യാൻഡീസ് ഒക്കെ തന്ന് ഞങ്ങളെ പതിയെ മരണത്തിലേക്ക് കടത്തിവിട്ടത്. ഇവനെ ഒരു കാരണവശാലും നീ വെറുതെ വിടരുത്. ലൂഫി ഇപ്പൊ മൊമന്റോസ്കിയോട് അവിടുന്ന് മാറി നിൽക്കാൻ പറയും. എനിക്കെല്ലാം അറിയാം, എല്ലാത്തിനും പിന്നില് ഇവനാണെന്ന്. സീസർ, നിന്റെ പ്ലാൻ അത് ഓൾറെഡി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കാനല്ലേ നീ പ്ലാൻ ചെയ്യുന്നേ? സത്യം പറയും, ആ കുഞ്ഞുങ്ങളെവിടെ? എന്റെ ടീംമേറ്റ്സ് അവരെവിടെ? നീ എന്ത് ചെയ്തു? സീസറിനാണെങ്കിൽ ഇവിടെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അതേസമയം ലാബിലാണെങ്കിൽ സീസറിന്റെ അസിസ്റ്റൻസ് ഒരു കാര്യമായിട്ട് സീസർ പറഞ്ഞതനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇവിടെ സീസർ അവൻ ഐലാൻഡിനെ കുറിച്ച് പറയാൻ തുടങ്ങും. ഇതൊരു ഡിഫറെന്റ് ഐലാൻഡാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള എയർ ഒക്കെ ഉണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ കണ്ടുപിടിച്ച പോയിസൺ ഗ്യാസ് ആണ് നമ്പർ 1. ആക്ച്വലി ഇങ്ങനെ ഒരു ഐലാൻഡ് ഈ ലോകത്തുണ്ടെന്ന് പലർക്കും അറിയില്ല. ഇതുപോലുള്ള ഐലാൻഡ്സ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് കഴിയുന്നത്. എനിക്ക് ശരിക്കും ഈ ഒരു ഐലാൻഡും ഈ ലാബും എല്ലാം തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. എന്റെ പല പരീക്ഷണങ്ങൾക്കും എന്നെ സഹായിച്ച മെയിൻ ഘടകം അത് ഈ ഐലാൻഡ് തന്നെയാണ്. ഈ ഐലാൻഡിലേക്ക് ആര് വന്നാലും പോയാലും അതാരും അറിയാൻ പോകുന്നില്ല. എന്റെ ടെസ്റ്റ് സബ്ജക്ട്സുകൾ അവറ്റുകൾ നിലവിളിച്ചാലും കരഞ്ഞാലും ജീവന് വേണ്ടി പൊരുതിയാലും ആരും ഇവിടേക്ക് വരില്ല. ഈ ഐലാൻഡിനെ കുറിച്ച് ഒരു ABCD പോലും അറിയാതെയാണല്ലോ നീ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ലൂഫിയെ കളിയാക്കും. നിനക്ക് കിട്ടിയ ആ ഫ്രണ്ട് ട്രഫാർഗറിലോ, അവനും നമ്പർ 1 കള്ളനാണ്. അവൻ ആ സാഡ് വെച്ചാണ് ഇപ്പൊ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. ലൂഫി, നിനക്ക് ആ സാഡ് അതെന്താണെന്ന് അറിയോ? ഞങ്ങളുടെ ബോസ് ഡോഫ്ലമിംഗോ, അവനെയാണ് നീ ഇപ്പൊ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത്. ആ സാഡ് അതുപയോഗിച്ച് വലിയൊരു ഡബിൾ ഫ്രൂട്ട് ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ എല്ലാം പ്ലാൻ. അതാണ് ഇപ്പൊ എല്ലാവരും ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നത്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഡബിൾ ഫ്രൂട്ട്സ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനിമൽസിനെ പോലെ ആവാൻ കഴിയും. അവറ്റകളുടെ പവറും കിട്ടും. ഡോഫ്ലമിംഗോ ഈ കണ്ടുപിടിക്കുന്ന ഡബിൾ ഫ്രൂട്ട് എല്ലാം തന്നെ പുറത്ത് വിൽക്കും. ആ 4 എംപറേഴ്സിൽ ഒരാൾ ഈ ഡെവിൾ ഫ്രൂട്ട്സ് എല്ലാം ഉപയോഗിച്ച് ഒരു ആർമി തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഡോഫ്ലമിംഗോയുടെ ഈ ഒരു ബിസിനസ് അത് തകർക്കാൻ നിന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും കഴിയില്ല. കാരണം എന്നെയും ബിസിനസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ സാക്ഷാൽ ഡോഫ്ലമിംഗോയും ആ 4 എംപറേഴ്സിൽ ഒരാളും ഉണ്ട്. ലൂഫി ഇതെല്ലാം കേട്ട് ഒരു സെക്കൻഡ് ശ്വാസം വലിച്ചു വിടും. അതിനുശേഷം കൈ ചുരുട്ടി അവന്റെ മൂക്കിൽ തന്നെ ആഞ്ഞൊരിടി. ആ ഒരു ഇടിയില് അവൻ തെറിച്ചുപോയി അടിച്ചു വീഴും. ആരൊക്കെ വന്നാലും എനിക്കൊന്നുമില്ല, ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് ലൂഫി എല്ലാവരെയും വെല്ലുവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.